തെറ്റ് മനസ്സിലായിട്ടും ചില വാക്കുകൾ മനഃപൂർവ്വം ഹൃദയത്തെ മുറിവേൽപ്പിക്കാനായി പറയപ്പെടാറുണ്ട്. ആ വാക്കുകളുടെ ഭാരം താങ്ങാനാവാതെ അവൻ പതിയെ ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവൻ പോയത് മുറിക്കുള്ളിൽ നിറഞ്ഞത് കനത്ത നിശബ്ദതയാണ്. ജഗൻ്റെ ഉള്ളിൽ ആളിക്കത്തുന്നുണ്ടായിരുന്നു കോപം. ഓരോ നിമിഷവും നിയന്ത്രണം വിട്ടുകൊണ്ടേയിരുന്നു. കൈകൾ മുറുകെ ചുരുട്ടി ദേഷ്യമടക്കാൻ അവൻ പാടുപെട്ടു. ഇത് ഒരാളുടെ മാത്രം അധ്വാനമല്ല. സ്വയം പിറുപിറുത്തുകൊണ്ട് അവൻ മുന്നിലെ ഫയലുകളിലേക്ക് കണ്ണോടിച്ചു. എത്രയോ പേരുടെ ഉറക്കമില്ലാത്ത രാത്രികളും വിയർപ്പും കഷ്ടപ്പാടും ചേർന്നുണ്ടാക്കിയ പ്രോജക്റ്റ് അതിപ്പോൾ മറ്റൊരാൾ സ്വന്തം നേട്ടത്തിനായി യാതൊരു മടിയുമില്ലാതെ ഉപയോഗിച്ചിരിക്കുന്നു. ആരാണ്, എവിടെയാണ് പിഴച്ചത്, എങ്ങനെ ഈ വിവരങ്ങൾ പുറത്തേക്ക് ചോർന്നു? ചോദ്യങ്ങൾക്ക് ഒന്നിനു പിന്നാലെ ഒന്നായി അവൻ്റെ മനസ്സിൽ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അവൻ്റെ നോട്ടം പതിയെ മുന്നിലുണ്ടായിരുന്ന കമ്പ്യൂട്ടർ സ്ക്രീനിലേക്ക് നീങ്ങി. ആ കണ്ണുകൾ നിറഞ്ഞു നിന്നത് സംശയവും അടക്കിപ്പിടിച്ച ദേഷ്യവും മാത്രമായിരുന്നു. അതേസമയം ആകാശത്തെ തൊടുമെന്ന് തോന്നിപ്പിക്കുന്ന ആ കൂറ്റൻ കെട്ടിടത്തിലേക്ക് ഏറെ നേരമായി ഇമ വെട്ടാതെ നോക്കി നിൽക്കുകയാണ് നീലിമ. വൈഗ ഗ്രൂപ്പ്, ജഗൻ്റെ മാത്രം സ്വന്തം ഗ്രൂപ്പ്. അവളുടെ കണ്ണുകൾ ചെറിയൊരു ഭയവും മനസ്സിൽ 1000 ചോദ്യങ്ങളും നിറഞ്ഞു നിന്നു. അടുത്ത നിമിഷം അവിടെ നടക്കാൻ പോകുന്നത് അവളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് അവൾ അപ്പോഴും അറിഞ്ഞിരുന്നില്ല. പാടില്ലെന്ന് എത്രത്തോളം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചാലും ചില ചിന്തകൾ അതിരുകളില്ല. നീലിമയുടെ മനസ്സും അങ്ങനെ തന്നെ മാറിത്തുടങ്ങി. അതിന് പിന്നിലെ കാരണം രജനി തന്നെയായിരുന്നു. ഇന്നലെ ജഗൻ മുന്നിൽ വന്ന് നിന്നിട്ടും അവനെ ശരിക്കും നോക്കാൻ പോലും കൂട്ടാകാതെ ദേഷ്യത്തിൽ പറഞ്ഞ വാക്കുകൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് തിരിച്ചെത്തി. അവൻ്റെ മുഖത്തെ ആ നിരാശ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്ന ആ നിമിഷം ഓർമ്മകൾ മനസ്സിൽ തെളിഞ്ഞതും അവളുടെ നെഞ്ചിലാക്കി ഒരു വിങ്ങൽ പടർന്നു. നീലിമ, ജഗൻ സർ ദേഷ്യപ്പെട്ടാണ് പോയത്, ഒന്ന് ചെന്ന് തടയി നീ, രജനി പരിഭ്രമത്തോടെ പറഞ്ഞതും നീലിമ മുഖം തിരിച്ചു. പോകട്ടെ, വിട്, ഇനിയെങ്കിലും എന്നെ ശല്യപ്പെടുത്താതെ സമാധാനമായി എനിക്കിരിക്കാം. അവളുടെ മറുപടിയിൽ ഇപ്പോഴും വാശി നിറഞ്ഞിരുന്നു. അത് കേട്ട് രജനി ഒരു നിമിഷം അവളെ നോക്കി നിന്നു. അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട, അതിനൊരു സാധ്യതയുമില്ല. നീലിമ ചുളിഞ്ഞ നെറ്റിയോടെ അവളെ നോക്കി. നീ ഈ കടയിൽ നിന്നും ജോലി ചെയ്യുന്നത് പോലും ജഗൻ സാർ മനസ്സ് വെച്ചത് കൊണ്ടാ, അത് നീ മറക്കരുത്. രജനി ഒരു നിമിഷം നിർത്തി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ഈ കടയുടെ ഇപ്പോഴത്തെ ഓണർ ആരാണെന്ന് നിനക്കറിയോ? ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അവൾ തുടർന്നു. ജഗൻ സാറാണ്. ആ വാക്കുകൾ ഇടിമിന്നൽ പോലെ നീലിമയുടെ കാതുകളിൽ മുഴങ്ങി. അപ്പോൾ അന്ന് പറഞ്ഞതെല്ലാം സത്യമാണല്ലേ? വിശ്വസിക്കാനാവാതെ അവളുടെ കണ്ണുകൾ വിടർന്നു. അവളുടെ ലോകം ആ നിമിഷം നിശ്ചലമായി. എല്ലാം ഒന്നൊന്നായി അവളുടെ ഓർമ്മകളിലേക്ക് തിരികെ വന്നു. ആ ദിവസങ്ങൾ, ആ കട, ഗുണ്ടകൾ വന്ന് അവളെ അടിച്ചിറക്കിയതും ഓരോ വാക്ക് പറഞ്ഞതും, അന്ന് ആശുപത്രിയിൽ വെച്ച് ജഗൻ പറഞ്ഞതും. ഓരോ വാക്കുകളും അവളുടെ മനസ്സിലൂടെ വീണ്ടും കടന്നുപോയി. ചിന്തകളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന നീലിമയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് രജനി പതിയെ പറഞ്ഞു. നോക്ക് നീലു, നമ്മുടെ കട തുടങ്ങിയിട്ട് 2 മാസം പോലും ആയിട്ടില്ല. ഇപ്പോഴേ മറ്റൊരു സ്ഥലം നോക്കാൻ അങ്ങോട്ട് മാറിയാൽ ഇതുവരെ നമ്മളെ വിശ്വസിച്ച് വന്ന കസ്റ്റമറെല്ലാം നഷ്ടമാകും. ഒരു നിമിഷം നിർത്തി അവൾ വീണ്ടും തുടർന്നു. അല്ലാതെ തന്നെ നമ്മളെപ്പോലൊരു കട അവിടെ ആരെങ്കിലും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അവരോടൊപ്പം മത്സരിച്ച് ബിസിനസ് ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നീലിമ നിശബ്ദമായി എല്ലാം കേട്ടുനിന്നു. ഇപ്പോഴാണ് ഈ കടയിൽ നിന്ന് കുറച്ചെങ്കിലും വരുമാനം കിട്ടിത്തുടങ്ങിയത്. അപ്പോഴേക്കും നിന്റെ പിടിവാശി കാരണം കൈവിട്ടു പോകുന്നത് എനിക്ക് കാണാൻ വയ്യ. രജനിയുടെ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നത് പരിഭവം മാത്രമല്ല, നീലിമയോടുള്ള കരുതലുമായിരുന്നു. അതുകൊണ്ട് അവൾ പതിയെ നീലിമയുടെ കൈകളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യം ജഗൻ സാറിനെ ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കുന്നേ. സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നമാണെങ്കിൽ അത് സംസാരിച്ച് തന്നെ തീർക്കുന്നതല്ലേ നല്ലത്. ആ വാക്കുകൾ കേട്ടിട്ടും നീലിമ ഒന്നും വേണ്ടിയില്ല. അവളുടെ മനസ്സിൽ അപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത് ഒരു പേര് മാത്രമാണ്, ജഗൻ. നിനക്കെന്താ ഞാൻ പറയുന്നത് മനസ്സിലാകാത്തത് രജനി? അടക്കി വച്ചിരുന്ന ദേഷ്യമെല്ലാം ഒരൊറ്റ നിമിഷത്തിൽ പൊട്ടിത്തെറിച്ചതുപോലെ നീലിമയുടെ ശബ്ദം ഉയർന്നു. അവൻ എന്നോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത്? അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. എന്നോട് പകരം വീട്ടാൻ വേണ്ടിയാ നമ്മുടെ കട തന്നെ അവൻ വാങ്ങിയത്. അത് പറഞ്ഞപ്പോൾ അവളുടെ ചുണ്ട് ഒരു പുച്ഛച്ചിരി വിരിഞ്ഞു. എന്നെ അവൻ്റെ മുന്നിൽ കൈ കെട്ടി നിർത്തണം. അവൻ്റെ ഓരോ വാക്കും കേട്ട് ജീവിക്കുന്ന ഒരു അടിമയാക്കണം. അതാണ് ജഗൻ്റെ ആഗ്രഹവും. രജനി എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും നീലിമ അവളെ തടഞ്ഞു. അവൻ എന്നോട് എത്ര മോശമായി പെരുമാറിയാലും ഞാനൊന്നും മിണ്ടാതെല്ലാം സഹിച്ച് അവന് മുന്നിൽ തല കുനിച്ച് നിൽക്കണമെന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത്. അവളുടെ ശബ്ദം വിറച്ചെങ്കിലും വാക്കുകളിൽ ഉറച്ച വെറുപ്പ് നിറഞ്ഞിരുന്നു.
അവനും ആ അജയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. ആ പേര് കേട്ടതും രജനി ഞെട്ടലോടെ അവളെ നോക്കി. രണ്ടുപേരുടെയും മനസ്സ് ഒരുപോലെയാണ്. ആണെന്ന അഹങ്കാരം തലയിൽ കയറ്റി പെണ്ണുങ്ങളെ അടക്കി ഭരിക്കാമെന്ന് കരുതുന്നവർ. അവരുടെ മുന്നിൽ സ്ത്രീകൾക്ക് സ്വന്തം അഭിപ്രായമോ സ്വാഭിമാനമോ ഉണ്ടാകരുത് എന്നാണ് അവരുടെ വിശ്വാസം. അവസാന വാക്കും പറഞ്ഞ് നീലിമ ദീർഘശ്വാസമായി ശ്വാസമെടുത്തു. പക്ഷേ ജഗന്റെ മനസ്സിൽ ശരിക്കും അങ്ങനെയായിരുന്നോ? അതോ അവൾ ഇതുവരെ അറിയാത്ത മറ്റെന്തെങ്കിലും സത്യം ആ മൗനത്തിന് പിന്നിൽ ഒളിച്ചിരിപ്പുണ്ടോ? രജനി അവളെ ഒന്ന് തുറച്ചു നോക്കി. പിന്നെന്താ, ഇപ്പോൾ നീ തനിച്ചല്ലല്ലോ നീലിമ, അരുൺ കൂടെയുണ്ട്. അവൻ്റെ കാര്യങ്ങളൊക്കെ ഇനി നീ തന്നെയാണ് നോക്കേണ്ടത്. അവനെ പഠിപ്പിക്കണം, നല്ലൊരു ജീവിതം കൊടുക്കണം. ഒരു നിമിഷം നിർത്തി അവൾ ഗൗരവത്തോടെ തുടർന്നു. ഇതിനൊക്കെ ആദ്യം വേണ്ടത് പണമാ. അതിന് നമുക്ക് നല്ലൊരു വരുമാനം ഉണ്ടായിരിക്കണം. നീലിമ ഒന്ന് മിണ്ടാതെ നിന്ന്. ഒന്ന് നന്നായി മനസ്സിലാക്കുന്നേ നീലു. രജനിയുടെ ശബ്ദം മൃദുവായി. അജയ് തെറ്റ് ചെയ്തു എന്ന് കരുതി എല്ലാ ആണുങ്ങളും ഒരുപോലെയാണെന്ന് കരുതരുത്. അയാൾക്ക് അയാളുടേതായിട്ടുള്ള റീസണുകളും ഉണ്ടാകും. അതിലുപരി അവനും ഒരു കുട്ടിയുള്ളതല്ലേ. ജഗൻ സാറിനെ കുറിച്ച് നീ പറയുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാനാവില്ല. അവൾ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ ദിവസവും കാണുന്ന ആളാണ്. അതുകൊണ്ട് ഉറപ്പിച്ച് പറയാം, നീ ജഗൻ സാറിനെ തെറ്റാണ് മനസ്സിലാക്കി വച്ചിരിക്കുന്നത്. ആ വാക്കുകൾ കേട്ടതും നീലിമയുടെ മുഖം വലിഞ്ഞു മുറുകി. അവളുടെ മനസ്സ് അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. മതി രജനി. നീലിമ പെട്ടെന്ന് അവളെ തടഞ്ഞു. എന്നെ വിട്ടേക്ക്. അവളുടെ ശബ്ദത്തിൽ നിരാശയും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു നിന്നിരുന്നു. ഇപ്പോൾ വന്ന നിന്റെ മുതലാളി നിനക്ക് നല്ലവനായി തോന്നുന്നു. ഞാൻ മാത്രമാണ് തെറ്റുകാരി അല്ലേടി? അങ്ങനെയല്ല നീലു, രജനി പതിയെ പറഞ്ഞു. ശരി, നീ പറയുന്നത് പോലെ ആവട്ടെ. ജഗൻ സാർ ശരിയെന്ന് തന്നെ ഞാൻ സമ്മതിക്കാം. വേറെ സ്ഥലം നോക്കിയാമെന്ന് നീ പറഞ്ഞു. പക്ഷെ പുതിയ സ്ഥലത്ത് മറ്റാരെങ്കിലും വന്ന് പ്രശ്നമുണ്ടാക്കിയാലോ? അവൾ ഒരു നിമിഷം നിർത്തി. അപ്പോൾ നീ എന്ത് ചെയ്യും? നീലിമ കണ്ണുകൾ അവളിലേക്ക് ഉയർന്നു. നോക്ക് നീലു. രജനിയുടെ ശബ്ദം ഇപ്പോൾ കൂടുതൽ ഗൗരവമായി. നീ പേടിച്ച് ഒഴിഞ്ഞു പോകേണ്ട. ഓരോ ചൂടും അവന് കിട്ടുന്ന വിജയമാണ്. നീ ഒതുങ്ങിയാൽ അതിനെ നിന്റെ ബലഹീനമായിട്ട് അവൻ കാണുക. പക്ഷെ തിരിച്ചു നിന്ന് നേരിടാൻ പഠിക്കണം നീ. അപ്പോഴാണ് നിന്റെ ശക്തി എന്താണെന്ന് അവനും ഈ ലോകവും മനസ്സിലാക്കും. അവൾ നീലിമയുടെ തോളിൽ കൈവച്ചു. നീ ഓടിക്കൊണ്ടേയിരുന്ന നിന്നെ തുരത്താൻ ആരെങ്കിലും ഒരാൾ എന്നും ഉണ്ടാക്കും. ആ വാക്കുകൾ കേട്ടത് നീലിമ മൗനമായി നിന്നു. രജനി പറഞ്ഞത് തെറ്റില്ലെന്ന് മനസ്സിൻ്റെ ഒരു കോണിൽ തോന്നിയെങ്കിലും ജഗനെ വീണ്ടും നേരിൽ കാണാനുള്ള ധൈര്യം മാത്രം അവൾക്കിപ്പോഴും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ രചനയുടെ വാക്കുകൾക്ക് മുന്നിൽ നീലിമക്ക് വഴങ്ങേണ്ടി വന്നു. കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണമെങ്കിൽ ജഗനെ നേരിൽ കണ്ടേ മതിയാകൂ. ആ ചിന്ത തന്നെ അവളുടെ മനസ്സിൽ അസ്വസ്ഥമാക്കി. എന്നിട്ടും മനസ്സിൽ നിറയെ സംശയങ്ങളുമായി ആശങ്കയുമായി അവൾ വൈഗ ഗ്രൂപ്പിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് നടന്നു. നഗരത്തിന് നടുവിൽ തലയുയർത്തി നിൽക്കുന്ന ആ കൂറ്റൻ കെട്ടിടത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ അവളുടെ നെഞ്ചിടിപ്പ് കൂടി. ഒരു ദീർഘശ്വാസം വിട്ട് ധൈര്യം സംഭരിച്ചവൾ അകത്തേക്കു കയറി. റിസപ്ഷനിലിരുന്ന യുവതി പ്രൊഫഷണൽ പുഞ്ചിരിയോടെ അവളെ നോക്കി. യെസ് മാഡം, എന്ത് ഹെൽപ്പ് ചെയ്യണം? ഞാൻ നീലിമ, അവൾ പതിഞ്ഞ സ്വരത്തിൽ അവളോടായി പറഞ്ഞു. ജഗൻ സാറിനെ ഒന്ന് കാണണം. അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടോ മാഡം? ആ ചോദ്യം കേട്ടതും നീലിമ ഇല്ലെന്ന അർത്ഥത്തിൽ തലയാട്ടി. സോറി മാഡം, റിസപ്ഷൻ്റെ വിനയത്തോടെ പറഞ്ഞു. അപ്പോയിൻമെൻറ്റ് ഇല്ലാതെ ജഗൻ സാറിനെ കാണാൻ കഴിയില്ല മാഡം, പ്ലീസ്. നീലിമ ശബ്ദത്തിൽ അപേക്ഷ നിറഞ്ഞു. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തിനാണ് ഞാൻ വന്നത്. ഒരു 5 മിനിറ്റ് മാത്രം ജഗൻ സാറിനെ ഒന്ന് കണ്ടാൽ മതി. അവൾ പ്രതീക്ഷയുടെ റിസപ്ഷനിസ്റ്റിൻ്റെ മറുപടിക്കായി കാത്തുനിന്നു. പ്രധാനപ്പെട്ട കാര്യമോ? റിസപ്ഷനിസ്റ്റിൻ്റെ ചുണ്ടിൽ പരിഹാസച്ചിരി വിരിഞ്ഞു. അതിന് ജഗൻ സാറുമായി നിങ്ങൾക്ക് അത്ര വലിയ അടുപ്പമുണ്ടോ? അതുകൊണ്ടാണോ അപ്പോയിൻമെൻറ്റ് പോലും ഇല്ലാതെ നേരെ ഇവിടെ വന്നിരിക്കുന്നത്? ആ വാക്കുകൾ കേട്ടതും നീലിമയുടെ മുഖം ദേഷ്യത്താൽ ചുവന്നു.